സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ തീർത്ഥാടന യാത്ര എത്തിച്ചേർന്നിരിക്കുന്നത് സാൻ ജോവാനി റൊത്തോന്തോയിലാണ്. ഇവിടെയാണ് നമ്മുടെ കപ്പൂച്ചൻ വിശുദ്ധനായ പാദ്രെ പിയോ ജീവിച്ച് മരിച്ച് വിശുദ്ധൻ്റെ ശരീരം ഇവിടെ വെച്ചിട്ടുണ്ട്. അഴുകാത്ത ശരീരം. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധനാണ് പാദ്രെ പിയോ. തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ ഈശോയുടെ തിരുമുറിവുകൾ പഞ്ചക്ഷതം ടിക്കുന്നിടം വരെ ആ പഞ്ചക്ഷതവുമായിട്ട് ആണ് ജീവിച്ചത്. ഈശോയുടെ സ്നേഹവും സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ ഹൃദയത്തിൽ ആവോളം ആസ്വദിച്ച് അനുഭവിച്ച് അത് മറ്റുള്ളവർക്ക് വാരി കോരിക്കൊടുത്ത ഒരു വിശുദ്ധൻ്റെ അടുത്തേക്ക് നമുക്കെത്താം. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒക്കെ വിശുദ്ധൻ വഴി ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. റോമിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ അകലെയാണ് സാൻ ജോവാനി റൊത്തോന്തോ. രാത്രിയിൽ യാത്ര ചെയ്ത് അതിമനോഹരമായ ഈ പ്രഭാതത്തിൽ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സെൻറ്റ് മേരി ഓഫ് അവർ ലേഡി ഓഫ് ഗ്രേസ് എന്ന ദേവാലയമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെയാണ് ഓർഡിനേഷൻ സ്വീകരിച്ചതിന് ശേഷം ആദ്യത്തെ 6 വർഷം കാലം രോഗം മൂലം പീത്രചീനയിൽ തൻ്റെ വീടിനടുത്തുള്ള ആശ്രമത്തിൽ വസിച്ചതിന് ശേഷം ഈ ആശ്രമത്തിലാണ് വിശുദ്ധ പാദ്രെ പിയോ വിശുദ്ധനായി ജീവിച്ച സ്ഥലം. ഈ ദേവാലയത്തിലാണ് വിശുദ്ധ പാദ്രെ പിയോ അനുദിന വിശുദ്ധ കുർബാനകൾ അർപ്പിച്ചുകൊണ്ടിരുന്നത്. ദേവാലയത്തിൻ്റെ സൈഡിലായിട്ട് വിശുദ്ധ പാദ്രെ പിയോ കുമ്പസാരിപ്പിക്കുവാനായിട്ടിരുന്ന കുമ്പസാരക്കൂട് ഇന്ന് അത് വളരെ മനോഹരമായിട്ട് ചില്ല് ഇട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഓരോ ദിവസവും 14-15 മണിക്കൂറുകളോളമായിരുന്നു വിശുദ്ധ പാദ്രെ പിയോ കുമ്പസാരക്കൂട്ടിൽ ഇരുന്ന് കുമ്പസാരം എന്ന കൂദാശ പരികർമ്മം ചെയ്തത്. 2 മണിക്കൂർ 3 മണിക്കൂർ ഇരിക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന വിഷമം നമുക്കറിയാവുന്നതാണ്. എന്നാൽ വിശുദ്ധ പാദ്രെ പിയോ ഒരു വിഷമവും കൂടാതെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടെ അനേകരെ വിശുദ്ധിയിലേക്ക് നന്മയിലേക്ക് കൂദാശ വഴി നയിച്ചു കൊണ്ടിരുന്നു. 1916 മുതൽ 1968 വരെ വിശുദ്ധ പാദ്രെ പിയോ ജീവിച്ച ഈ കപ്പുച്ചൻ ആശ്രമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് പ്രത്യേകമായിട്ട് അനുവാദം കിട്ടി. ബഹുമാനപ്പെട്ട ഗാർഡിനച്ചൻ നമ്മളെ വിശുദ്ധ പാദ്രെ പിയോയുടെ ജീവിത വഴികളിലൂടെ നടത്തിക്കൊണ്ടുപോയി എല്ലാം കാണിച്ചു തന്നു. ഇവിടെയാണ് വിശുദ്ധ പാദ്രെ പിയോ ഭക്ഷണം കഴിക്കുവാനായിട്ടിരുന്ന സ്ഥലം. അവിടെ ഒരു ദീപം കത്തിച്ച് വെച്ചിട്ടുണ്ട്. വിശുദ്ധ പാദ്രെ പിയോടൊപ്പം അന്ന് 15ഓളം കപ്പുച്ചൻ സന്യാസിമാർ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണം കഴിക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട ഗാർഡിനച്ചൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇവിടെ നിന്ന് വിശുദ്ധ പാദ്രെ പിയോ താമസിച്ചിരുന്ന റൂമിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ആശ്രമത്തിൻ്റെ 2ാമത്തെ നിലയിലാണ് വിശുദ്ധ പാദ്രെ പിയോ താമസിച്ചിരുന്നത്. നീണ്ട കോറിഡോറിലൂടെ നടക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ റൂമിലാണ് വിശുദ്ധ പാദ്രെ പിയോ താമസിച്ചിരുന്നത്. വിശുദ്ധ പാദ്രെ പിയോയുടെ ജീവിതം നമുക്കറിയാം. പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു വിശുദ്ധ പാദ്രെ പിയോ. ഒത്തിരി നേരം ഇരുന്ന് രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ പാദ്രെ പിയോ വിശുദ്ധ കുരിശിൻ്റെ മുൻപിലിരുന്ന് ഒത്തിരി നേരം പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധി നിറഞ്ഞ ജീവിതം ചെലവഴിച്ച ചെറിയൊരു റൂമാണിത്. വിശുദ്ധ പാദ്രെ പിയോ ഉപയോഗിച്ച ചെറിയ കട്ടിലും കബോർഡും അതുപോലെ ഉപയോഗിച്ച ചെയറും ടേബിളും ഒക്കെ ചില്ലിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. വിശുദ്ധ പാദ്രെ പിയോ ജനിക്കുന്നത് 1887 മെയ് 25-ാം തീയതി പീത്രചീനയിൽ ഗ്രാസിയ ഫോർച്ചിനോയുടെയും മരിയ ജൂസപ്പെ ഫോർച്ചിനോയുടെയും 4ാമത്തെ മകനായിട്ടാണ്. മാതാപിതാക്കളുടെ ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്കറിയാം, വിശുദ്ധ പാദ്രെ പിയോയുടെ ശരീരം അഴുകിപ്പോയില്ല. അഴുകാത്ത ശരീരത്തിലെ ഹൃദയം 2008 ശരീരത്തിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. നമുക്കറിയാം, ഈ ഒരു ഹൃദയം ഒത്തിരി പേരുടെ വേദനകൾ കേൾക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ പ്രാർത്ഥനകൾക്ക് ദൈവസമക്ഷം യാചിച്ചുകൊണ്ട് രോഗസൗഖ്യമൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഹൃദയമാണ്. നമുക്കും നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒക്കെ വിശുദ്ധ പാദ്രെ പിയോയുടെ മാധ്യസ്ഥം വഴി ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ആ വലിയ ഹൃദയത്തിൻ്റെ അനുഭവം, ദൈവാനുഭവം നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. പാദ്രെ പിയോയുടെ റൂമിന് തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ചാപ്പൽ കാണാം. ഇവിടെയാണ് 3 വർഷം വിശുദ്ധ പാദ്രെ പിയോ വിശുദ്ധ കുർബാന അർപ്പിച്ചത്. പഞ്ചക്ഷതം ലഭിക്കുകയും അതിനുശേഷം ധ്യാനാത്മകമായ വിശുദ്ധ കുർബാന നീളുന്നത് കൊണ്ട് പൊതു കുർബാന വിശുദ്ധ പാദ്രെ പിയോയുടെ മുടക്കിയിരുന്നു. ആ ദിവസങ്ങളിൽ 3 വർഷക്കാലം ഇവിടെയാണ് വിശുദ്ധ പാദ്രെ പിയോ കുർബാന അർപ്പിച്ചത്.
ചാപ്പലിലെ ഈ കുരിശു രൂപത്തിന് മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് വിശുദ്ധ പാതിരപ്പിയയ്ക്ക് പഞ്ചക്ഷതം ലഭിക്കുകയുണ്ടായിരുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും പുറകിലായിട്ട് ബാൽക്കണി പോലെയുള്ള ഈ ഭാഗത്ത് തനിയെ വന്നിരുന്ന് ശാന്തമായിട്ട് ധ്യാനാത്മകമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്താണ് ഈശോയുടെ കുരിശിൽ കിടന്നുകൊണ്ടുള്ള ആ വേദന തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങുവാനായിട്ട് ഈശോ വിശുദ്ധ പാതിരപ്പിയനെ ഒരുക്കുകയും പഞ്ചക്ഷതം നൽകുകയും ചെയ്തത്. ഇവിടെ വെച്ചാണ് വിശുദ്ധ പാതിരപ്പിയോ പഞ്ചക്ഷതം ഏറ്റുവാങ്ങിയത്. 1968 സെപ്റ്റംബർ 23 തൻ്റെ 81ാമത്തെ വയസ്സിൽ ആശ്രമത്തിൻ്റെ ഈ പാർലർ റൂമിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് വിശുദ്ധ പാതിരപ്പിയ മരിക്കുക. ഇതാണ് വിശുദ്ധ പാതിരപ്പിയയെ അടക്കിയ സ്ഥലം. ഇതിപ്പോൾ ഒരു അണ്ടർഗ്രൗണ്ട് ചാപ്പലായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ നമ്മൾ ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പാതിരപ്പിയയുടെ തിരുനാളുകളിലും മറ്റ് പൊതു ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വലിയ ചാപ്പലാണിത്. ഒത്തിരി ജനങ്ങളെ വിശുദ്ധ പാതിരപ്പിയയുടെ അടുക്കലേക്ക് വന്ന് പ്രാർത്ഥിച്ച് രോഗസൗഖ്യം നേടുന്നുണ്ട്. പ്രത്യേകിച്ച് ക്യാൻസർ രോഗങ്ങളാലും ഒക്കെ വലയുന്ന ഒത്തിരി പേർക്ക് വിശുദ്ധ പാതിരപ്പിയയുടെ മാധ്യസ്ഥം വഴി രോഗസൗഖ്യം ലഭിക്കുന്നു. വിശുദ്ധ പാതിരപ്പിയയുടെ ബോഡി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. 1968 സെപ്റ്റംബർ 23 വിശുദ്ധ പാതിരപ്പിയ മരണമടയുന്നത്. നിയന്ത്രിക്കാനാവാത്ത ഭക്തജനങ്ങൾ വിശുദ്ധ പാതിരപ്പിയയുടെ അടുത്തേക്ക് കാണുവാനായിട്ടെത്തി. അതിനാൽ തന്നെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തുന്നത്. ആ 3 ദിവസം അഴുകാതിരിക്കാൻ ചെറിയ രീതിയിലുള്ള ഫോർമലിൻ കുത്തിവെച്ചതൊഴികെ എംബാം ചെയ്യുക മറ്റൊന്നും വിശുദ്ധ പാതിരപ്പിയയുടെ ശരീരത്തിന് ചെയ്തില്ല. എന്നിരുന്നാലും 40 വർഷം കഴിഞ്ഞ് 2008 കല്ലറ തുറക്കുമ്പോൾ വിശുദ്ധ പാതിരപ്പിയയുടെ ശരീരം അഴുകാതെയിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് വിശുദ്ധ പാതിരപ്പിയയുടെ വിശുദ്ധിയാണ്. തലയുടെ ഭാഗത്ത് ചെറുതായിട്ടുള്ള ഡാമേജ് ഉണ്ടായതുകൊണ്ട് ഇന്ന് സിൽക്കോൺ മാസ്ക് ധരിപ്പിച്ചാണ് ഈ രീതിയിൽ വെച്ചിരിക്കുക. ചെറുപ്പം മുതൽ പ്രാർത്ഥനയിൽ വളർന്ന, വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധനായി സ്വർഗ്ഗത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന വിശുദ്ധ പാതിരപ്പിയയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.